ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് സ്കാലപ്ഡ് ഷോളും പിന്നെ സ്കാലപ്ഡ് സ്ലീവൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാനാണ്. നമുക്ക് കാർഡ്ബോർഡിൽ ഇതുപോലൊരു പീസ് നമുക്ക് എത്ര വീതിയിലും എത്ര അളവിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അളവിൽ നമുക്ക് കാർഡ്ബോർഡിൽ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. അത് നമ്മളൊരു പേപ്പറിലോട്ട് ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പേപ്പർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്താൽ നമ്മുടെ നൂലൊന്നും വലിയത്തില്ല. മറ്റേത് നമ്മൾ ഡയറക്റ്റായിട്ട് ക്ലോത്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നൂലൊക്കെ വലിഞ്ഞ് പോകാനും നൂല് പൊട്ടി പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേപ്പർ യൂസ് ചെയ്യുന്നത്. ഈ പേപ്പറിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കത് പറിച്ച് കളയാവുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഇതിലൊന്ന് ഈ ഒരു ക്ലോത്തിൽ നമുക്ക് എത്ര അളവിലാണ് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഈ ഒരു പേപ്പർ നമുക്ക് മുട്ടുസൂചി വെച്ചിട്ട് നമ്മൾ ഫിറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ആരി വർക്ക് ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ത്രെഡിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ മുകളിലും താഴത്തും നമ്മൾ ഈ ഒരു സെയിം നൂലിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നീഡിലും നമ്മുടെ ബോബിനിലും സെയിം നൂല് തന്നെയാണ് ഇടുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഈ പേപ്പറിൽ നമ്മൾ ലൈൻ ചെയ്തിട്ടുള്ള ആ സെയിം ലൈനിലൂടെ നമ്മൾ റൗണ്ടായിട്ട് തന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്തിട്ട് പോകട്ടോ. അതിൻ്റെ ആ ഒരു ഷാർപ്പ്നെസ് ഒന്നും വിട്ടു പോവാതെ കറക്റ്റ് അളവിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുക. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ലൈറ്റ് അടിച്ചിട്ട് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നാലും മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കറക്റ്റ് ആ ഒരു റൗണ്ടിലൂടെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പേപ്പർ പീസ് നമുക്ക് ഇതിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് മുട്ടുസൂചി വെച്ചിട്ട് തന്നെ നമുക്കിത് സെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ആ ഒരു പേപ്പറിലും നമ്മൾ ഇതേപോലെ തന്നെ സെയിം പ്രോസസ്സിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് എത്രത്തോളം ലെങ്ത്തിലാണോ വേണ്ടത് അത്രയും ലെങ്ത്തിൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു പീസിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു പീസിൽ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യം ഒന്നുകൂടെ നമുക്ക് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ. ഇതുപോലെ നമ്മൾ 3 പ്രാവശ്യം ചെയ്യണേ, എങ്കിലേ ആ ഒരു നല്ലൊരു തിക്നെസ്സിൽ നമുക്കത് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് എത്ര തിക്നെസ്സാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഒരു 3 സ്റ്റിച്ചൊക്കെ കൊടുക്കുമ്പോഴാണ് 3 പ്രാവശ്യമൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു നോർമൽ ആ ഒരു രീതിയിൽ കിട്ടുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ നൂല് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ അതിന് ടെൻഷൻ നമ്മൾ നന്നായിട്ട് ഒരുപാടല്ല എന്നാൽ കുറച്ച് അത്യാവശ്യം നോർമൽ സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് ടെൻഷൻ ഒന്ന് ലൂസാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരുപാട് ലൂസാക്കി വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് പിടിക്കത്തില്ല, സ്റ്റിച്ച് ആകെ കൊളായി പോവും. അപ്പോൾ ഒരു പാകത്തിന് ഒന്ന് നോർമൽ സ്റ്റിച്ചിനെക്കാട്ടിലും ഒരു പാകത്തിന് കുറച്ച് വെക്കുക. അങ്ങനെ നമ്മൾ 3ാമത്തെ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ പേപ്പറൊക്കെ പറിച്ചിട്ട് കളയാം. നമുക്ക് ഈ പേപ്പറിൻ്റെ ആവശ്യം ഇനിയില്ല. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ അത് പോരും കേട്ടോ. കാരണം അത്രയും നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു പേപ്പർ ഏകദേശം ഓൾറെഡി കട്ടായിട്ടുണ്ടാവും. നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ ഒരു ബാലൻസ് വരുന്ന ഒരു പീസസ് നമ്മൾ കളയണം. അപ്പം ഞാനിവിടെ സോൾഡറിങ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ ഇലക്ട്രിക് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ സാധനം ഇല്ലാത്തവർ ജസ്റ്റ് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് തുമ്പിങ്ങനെ ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ഓർഗൻസയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഷിഫോണിലും ഡയമണ്ടിലും ഒക്കെ ചെയ്യാവുന്നുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഫിനിഷിങ് വരുന്നത്. ഇത് നമുക്ക് ഷോളിലും സ്ലീവിലും പാൻറ്റിൻ്റെ താഴെ ചുരിദാറിൻ്റെ താഴെയും ഫ്രോക്കിൻ്റെ താഴെയും ഒക്കെ നമുക്ക് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്.